മോളിക്കുട്ടി എന്താടി? വണ്ടി നിർത്തിയേ. എന്തു പറ്റി? അത് നവീൻ തന്നെയാ. എനിക്ക് നവീനെ കണ്ടേ പറ്റൂ. കൃഷ്ണേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ വരുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവും. നിന്നോട് വണ്ടി വളയ്ക്കാനാ പറഞ്ഞ. എന്തൊക്കെയാ നീ പറയുന്നേ? നീ വണ്ടി തിരിക്ക. മോളിക്കുട്ടി വണ്ടി നിർത്ത്. അയ്യോ നവീൻ, 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 കണ്ണു തുറക്ക് നവീൻ. നവീൻ, കണ്ണു തുറക്ക് നവീൻ. നവീൻ, കണ്ണു തുറക്ക് നവീൻ. നവീൻ, മോളിക്കുട്ടി ഓട്ടോറിക്ഷ എടുക്ക്. നമുക്ക് നവീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേഗം വാ. ശരി. നവീൻ, നവീൻ, കണ്ണു തുറക്ക് നവീൻ. നവീൻ, ഈശ്വര. മോളിക്കുട്ടി, മോളിക്കുട്ടി ഒന്ന് പെട്ടെന്ന് പോ. നവീൻ, 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 കണ്ണു കൃഷ്ണ, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് പോട്ടെ. പെട്ടെന്ന് പോ. നവീൻ, കണ്ണു തുറക്ക് നവീൻ. നവീൻ, നവീൻ, കണ്ണു തുറക്ക് നവീൻ. അതെ, ഒരാള് ബോധം കെട്ടി കിടക്കുക. നവീൻ, മോളെ, മോളെ, എന്താ നവീന് സംഭവിച്ചേ? എവിടെ വെച്ചാ മോൾ നവീനെ കണ്ടേ? ഇപ്പതാ ഇവിടെ അടുത്ത റോഡിൽ വെച്ച്. നവീൻ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കായിരുന്നു. വണ്ടിയുടെ ഇടയിൽ കൂടെ ഒരു വണ്ടി തട്ടി ബോധം പോയെന്നാ തോന്നുന്നത്. ദൈവമേ. മാണിക്കുഞ്ഞേ, നവീൻ റോഡിൽ ബോധം കെട്ടു വീണു. ഇവരെ വണ്ടിയിൽ കൊണ്ടുവന്നേ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഥപടങ്ങനെ ഇവിടെ വന്നു, അതും ഈ മോളിക്കുട്ടിയുടെ വണ്ടിയില്. അത് അന്വേഷിക്കലാണോ ഇപ്പോഴത്തെ കാര്യം? താമ്പാ, പെട്ടെന്ന് ഡോക്ടറെ കണ്ട് കാര്യം തിരക്കമ്പാ. കൃഷ്ണ, നമുക്ക് പോവാം. നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല. നവീൻ ഈ അവസ്ഥയിൽ കണ്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല മോളിക്കുട്ടി. അത് കൃഷ്ണൻ ഒന്നും ഇല്ലാതെയല്ലോ എന്റെ മനസ്സിൽ ഈശ്വരൻ എന്തൊക്കെ കാണിച്ചു തന്നത്. നീ വന്നേ, വാ.